വലിച്ചെറിയുന്നതിലല്ല, മുളച്ചു വരുമ്പോൾ കിളച്ചെറിയുന്നതാണ് സങ്കടം. തനിച്ചു നടന്നു ശീലിക്കണം. കാരണം നനച്ചിരിക്കാതെ പലരും പടിയിറങ്ങിപ്പോകും. നമുക്ക് വേണ്ടി സാഹചര്യങ്ങൾ മാറുകയില്ല. സാഹചര്യങ്ങൾ നോക്കി നമ്മളാണ് മാറേണ്ടത്. യോഗമില്ലെന്ന് കരുതി മാറി നിൽക്കുന്നവരല്ല, നേടിയെടുക്കണമെന്ന് കരുതി മുന്നോട്ട് കുതിക്കുന്നവരാണ് വിജയിക്കുന്നത്. മനസ്സിലാക്കാൻ മനസ്സില്ലാത്തവരോട് കൂടുതൽ വിശദീകരിച്ച് നാണം കെടരുത്. വിമർശനങ്ങളെ ഭയന്നാൽ ജീവിതത്തിലൊന്നും നേടിയെടുക്കാൻ സാധിക്കില്ല. മനസ്സാക്ഷിക്ക് ഭയപ്പെടുന്നവന് മറ്റാരെയും ഭയക്കേണ്ട ആവശ്യമില്ല. മാറ്റമില്ലാത്തവയെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കുന്നത് മണ്ടത്തരമാണ്. ഒരു വേനൽ മഴയിൽ കിളിർത്തു പൊങ്ങണം, കരിഞ്ഞുപോയി എന്ന് കരുതുന്നവർക്ക് മുന്നിൽ കരുത്തുള്ള ഒരു വൃക്ഷത്തൈ കണക്ക്. നമ്മുടെ സത്യങ്ങൾ തിരിച്ചറിയപ്പെടുന്ന ഒരു സമയം വരും. അതുവരെ കാത്തിരിക്കുക. തനിച്ചാക്കി പോകുന്നതല്ല, തെറ്റിദ്ധരിച്ചു പോകുന്നതാണ് വിഷമം. കുറുക്കു വഴികൾ തിരഞ്ഞെടുക്കരുത്. ദീർഘമായ വഴികളാണ് അനുഭവ സമ്പത്തുകൾ സമ്മാനിക്കുന്നത്. വിശ്വസിക്കുന്നവരോട് കള്ളം പറയരുത്. കള്ളം പറയുന്നവരെ വിശ്വസിക്കുകയും അരുത്. ശത്രുവിനെ സ്നേഹിക്കുക, പക്ഷേ ശത്രുവിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം സ്നേഹിക്കുക. അല്ലെങ്കിൽ സ്നേഹിക്കാൻ നിങ്ങളുണ്ടാവില്ല. നല്ല സുഹൃത്തുക്കളെ ലഭിക്കുന്നത് ഭാഗ്യമാണ്. നഷ്ടപ്പെടുത്താതെ നോക്കുക. അകന്നു പോകാൻ ആഗ്രഹിക്കുന്നവരോട് കാരണം ചോദിക്കാതെ പറഞ്ഞയക്കുക. തണൽ നൽകാൻ കഴിയുന്ന കാലം വരെ മാത്രമേ വിലയുണ്ടാകൂ. അത് കഴിഞ്ഞാൽ ഒഴിവാക്കപ്പെടും. മരമായാലും മനുഷ്യനായാലും. ക്ഷമിക്കുക, സ്നേഹിക്കുക, വിശ്വസിക്കുക, മനസ്സിലാക്കുക, വിഡ്ഢിയാക്കപ്പെടാതെ സൂക്ഷിക്കുക. ജീവിതത്തിൽ പലർക്കും ലഭിക്കാത്ത പല നന്മകൾ നിങ്ങൾക്ക് ദൈവം നൽകിയിട്ടുണ്ടാവാം. അതിൽ നന്ദിയുള്ളവരായിരിക്കുക, സന്തോഷമുള്ളവരായിരിക്കുക. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നത് ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും.